ഹായ് കൂട്ടുകാരെ, അങ്ങനെ നമുക്കിന്ന് അടിപൊളി ബീഫ് കിട്ടിയിട്ടുണ്ട്, എല്ലില്ലാത്ത നല്ല ബീഫ്. അപ്പം നമുക്കത് മല്ലിയും മുളകും കുരുമുളകും കൂടി വറുത്തിട്ട് നമുക്ക് വരട്ടിയെടുക്കാം കേട്ടോ. അപ്പം നമ്മളതിനുള്ളത് മല്ലിപ്പൊടിയും കാശ്മീരി മുളകും പിന്നെ കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഇതാ നല്ല കഴുകി വൃത്തിയാക്കിയ ബീഫാണ് എല്ലില്ലാത്ത. പിന്നെ എടുത്തിട്ടുള്ളത് ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില, മല്ലിയില ഇത്ര മാത്രമാണ്. അപ്പം നമുക്ക് വിറകടുപ്പിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇന്ന്. അപ്പം വിറകടുപ്പിനകത്ത് വെക്കുമ്പോൾ എപ്പം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം നമ്മളതിൻ്റെ അകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചട്ടീൻ്റെ അകത്തേക്ക് അപ്പം നമ്മളതിൻ്റെ അകത്തേക്ക് അരിഞ്ഞു വെച്ച ഉള്ളി അതിൻ്റെ അകത്തേക്ക് ഇടുന്നുണ്ട്. അപ്പം നല്ലോണം വന്ന് വരുമൊന്നും വേണ്ട, ബീഫിന് വേവുള്ളതായതുകൊണ്ട് പെട്ടെന്ന് ഇതായിക്കോളുമല്ലോ. അപ്പം നമ്മളതിൻ്റെ അകത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, പെട്ടെന്ന് കളറ് മാറി വരും. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് പച്ചമണം മാറുന്ന നേരം ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ അതിൻ്റെ അകത്തേക്ക് നമ്മൾ നീളത്തിലരിഞ്ഞ് തക്കാളി ഇട്ട് കൊടുക്കുക. അത് ഇറച്ചി വെന്ത് വരുമ്പോഴേക്ക് അത് ഉടഞ്ഞ് വരും, അതുകൊണ്ടാണ് പച്ചമുളക് നല്ലോണം കീറി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ വറുത്തുവെച്ച മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടിയെല്ലാം കൂടിയിട്ട് വറുത്ത് വെച്ചത് അതിൻ്റെ അകത്തേക്ക് ഇടുക. അപ്പോൾ അത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ബീഫ് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ബീഫാണ് കേട്ടോ. അത് നല്ലോണം ഒന്ന് മിക്സ് ആക്കണം. മസാല എല്ലാം നല്ലോണം അതിൻ്റെ അകത്ത് പിടിക്കും. നമ്മൾ മീറ്റ് മസാല ഒന്നും ചേർക്കുന്നില്ല, ഗരം മസാല അങ്ങനത്തെ ഒന്നും ചേർക്കുന്നില്ല. സാധാരണ മല്ലിപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഇത്ര മാത്രമേ ചേർക്കൂ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി, ഒരുപാട് മസാല ആകുമ്പോൾ കുത്തുന്നൊരു ചുവ ഉണ്ടാകും. അപ്പം ഇത് സാധാരണ ഒരു പണ്ടത്തെ ആൾ വെക്കുന്ന ഒരു രീതിയിലുള്ള വരട്ടി വെക്കലാണ് ഇത് വെക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇതിൻ്റെ കൂടെ കഴിക്കാൻ നമുക്ക് ചപ്പാത്തി, പൊറോട്ട, നെയ്ച്ചോറ്, അങ്ങനെ ബ്രെഡ്, അങ്ങനെയെല്ലാം എന്തിനു കൂട്ടിയിട്ടും കഴിക്കാം കേട്ടോ. നമ്മൾ ബീഫിൻ്റെ അകത്തേക്ക് വെള്ളം ഒഴിക്കുന്നില്ല, തക്കാളീൻ്റെ ഉള്ളിൻ്റെയും ബീഫിൻ്റെയും വെള്ളം ഉണ്ടാവും. നല്ലോണം അടച്ച് വെക്കുക. എന്താ നമ്മൾ വെള്ളം ഒഴിക്കാണ്ട് തന്നെ അതിൻ്റെ അകത്ത് വെള്ളം വന്നിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പം നമുക്ക് മല്ലിയിലയും കറിവേപ്പിലയും കൂടി അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് തലച്ചോറും കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ വെക്കുന്നതെന്ന് വെച്ചാൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് മാത്രം, പിന്നെ കുരുമുളക് പൊടി ലാസ്റ്റ് ചേർത്ത് കൊടുക്കും. അപ്പോൾ ഇതും കൂടി നമുക്ക് ഉണ്ടാക്കാം ഇന്ന്. അപ്പം ഇതിന് നമ്മൾ ഉള്ളി, പച്ചമുളക് അങ്ങനെയൊന്നും ഇടുന്നില്ല കേട്ടോ. വെറുങ്ങനെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മാത്രം. പിന്നെ ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ മിക്സ് ആക്കിയിട്ട് അത് അടുപ്പിൻ്റെ അകത്ത് തന്നെ വെച്ച് കൊടുക്കാം. അപ്പം നമ്മൾ അടുപ്പിൻ്റെ അകത്താകുമ്പോൾ എല്ലാം ഒരുമിച്ച് അങ്ങ് പണി കഴിഞ്ഞോളും. എന്ന് വെച്ചാൽ ചോറുമായി പിന്നെ ഇതുപോലെ കറിയെല്ലാം ആകുമ്പോൾ വേഗം അടുപ്പിൻ്റെ അകത്താകുമ്പോൾ പെട്ടെന്ന് പണി തീരും. പിന്നെ അടുപ്പിൻ്റെ അകത്ത് വെക്കുന്ന ഏറ്റവും നല്ല. പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഒറോട്ടിയാണ് ഉണ്ടാക്കിന്. അപ്പം നമ്മളെ തലച്ചോറ് വറ്റി വന്നിട്ടുണ്ട്. ഇത് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഇത് ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ച് അപ്പം നല്ലോണം ചിക്കി കൊടുക്കുക. ഇതുവരെ കഴിക്കാത്തതുകൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയില്ല. മുട്ടവറവ് പോലെയാണ് ലാസ്റ്റ് ഇത് ഉണ്ടാകുക. അപ്പോൾ ഒന്നും കൂടി നല്ലോണം ഇളക്കുക. നല്ല മണമെല്ലാം വരുന്നുണ്ട്. തീർന്നിട്ട് അതിൻ്റെ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തേട്ടാ. അപ്പം നല്ലോണം ഒന്ന് ഇളക്കുക. ലാസ്റ്റ് വേണമെങ്കിൽ മല്ലിച്ചപ്പും ഇത് കറിവേപ്പിലെല്ലാം ഇട്ട് കൊടുക്കാം നമുക്ക്. അപ്പം ഇത് 2 പ്രാവശ്യമായി ഞാൻ ഇത് ഉണ്ടാക്കുന്നത്. അപ്പം കഴിക്കാത്ത സാധനമായതുകൊണ്ട് അങ്ങനെ ബീഫും നല്ല വരട്ടി വന്നിട്ടുണ്ട് കേട്ടോ. വെള്ളമെല്ലാം വറ്റി നല്ല കഴിക്കാനായിട്ടുള്ള ഒറോട്ടിയും തലച്ചോറ് കറിയും ബീഫ് വരട്ടി വന്നു കേട്ടോ. അപ്പം നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത്. ടാറ്റാ, ബായ്.